ചേലക്കരയിലെ മിന്നുന്ന വിജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത്. പ്രൈം വിറ്റ്നസിൽ ഗോപകുമാർ സാർ തന്റെ നിരീക്ഷണം പങ്കുവെച്ചപ്പോഴും ഞാൻ എന്റെ നിരീക്ഷണം പങ്കുവെച്ചപ്പോഴും ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്നേ പറഞ്ഞതാണ് UR പ്രദീപ് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ നിന്ന് വിജയിക്കപ്പെടും എന്നുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനും ഞങ്ങൾ നൽകിയ ഉത്തരം അതെ എന്ന് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോഴും ചേലക്കരയിലെ ഈ വിജയം സാധ്യമായത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിന്റെ സൂചനയായി ഇടതുപക്ഷം അവകാശപ്പെടും എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ അവർ അടുത്ത തെരഞ്ഞെടുപ്പിന് അവർക്ക് സന്നദ്ധരാകാൻ കഴിയൂ എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ എതിർക്കുന്നതിന് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളെ അവർക്ക് എതിർക്കുവാൻ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുവാൻ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് രണ്ട് കൈയും ഉയർത്തി പറയുവാൻ ഒരുപക്ഷെ ചേലക്കരയിലെ മിന്നുന്ന വിജയം കൊണ്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞേക്കാം. യാഥാർത്ഥ്യം അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ചേലക്കരയുടെ മണ്ണ് രാഷ്ട്രീയമായി ഉഴുതുമറിക്കപ്പെട്ട ഒരു മണ്ണാണ്. രാഷ്ട്രീയപരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു മണ്ണാണ്. അഥവാ രാഷ്ട്രീയപരമായി ചേരിതിരിവുകൾ വളരെ വ്യക്തമായി ഉള്ള മണ്ണാണ്. രാഷ്ട്രീയമാണ് ചേലക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ഒരുപക്ഷെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി രാധാകൃഷ്ണൻ ജയിച്ചു വന്ന ഒരു മണ്ഡലം, ഇടതുപക്ഷത്തിന്റെ കാറ്റ് പലപ്പോഴും ആഞ്ഞു വീശുന്ന ഒരു മണ്ഡലം, വളരെ ശക്തമായ ഭരണപക്ഷ വിരുദ്ധ വികാരം നിലനിന്നപ്പോൾ പോലും പിടിച്ചെടുത്ത മണ്ഡലം. എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്നറിയണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചിത്രം പരിശോധിച്ചാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 8 നിലയിൽ ഇവിടെ LDF പൊട്ടിയപ്പോഴും ചേലക്കരയിൽ നിന്ന് LDF വിജയിക്കാനായി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ചേലക്കരയുടെ ഒരു ഭൂമിശാസ്ത്രം നമുക്ക് മനസ്സിലാകുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ വ്യക്തമായി രാഷ്ട്രീയപരമായി വേർതിരിക്കപ്പെട്ട ചേരിതിരിവുകളാൽ ആക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവിടെ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത്. അവിടുത്തെ UR പ്രദീപ് സ്ഥാനാർത്ഥി LDF-ന്റേതായി, UDF-ന്റെ രമ്യ ഹരിദാസ്, അതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ബാലകൃഷ്ണൻ. നേരത്തെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. വളരെ മതിപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJP-യുടെ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമേജ്, നേരത്തെ ഉള്ള ഇമേജ് ഇപ്പോൾ നിലനിർത്താനാകുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് മണ്ഡലത്തെ എത്രത്തോളം കാത്തു സൂക്ഷിക്കാനായി എന്നതിന്റെ ടെസ്റ്റ് ഡോസായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. കാരണം UR പ്രദീപ് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് MLA ആയിരുന്നപ്പോൾ കിട്ടിയപ്പോൾ ഉള്ള സ്വീകാര്യത ഒരുപക്ഷെ രമ്യ ഹരിദാസ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വരുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവരെക്കാൾ ഒക്കെ മുന്നിൽ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി UR പ്രദീപ് മാറിയിരുന്നു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം നമ്മൾ പഠിച്ചാൽ ഈ മണ്ഡലത്തിൽ വളരെ കുറച്ച് മാത്രമേ ബാധിച്ചിട്ടു എന്നുള്ളതാണ്. അതായത് കേരളം മുഴുവൻ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോഴും ചേലക്കരയുടെ മണ്ണിൽ ആ ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടില്ല, നേരത്തെ തന്നെ അത് പ്രകടമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചേലക്കരയുടെ റിസൾട്ട് വെച്ചിട്ട് കേരളത്തിലെങ്ങും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞു പോയാൽ ഒരുപക്ഷെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് അത് കനത്ത തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വസ്തുത മനസ്സിലാക്കി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുവാൻ LDF ശ്രമിക്കണം. അല്ല ചേലക്കരയുടെ വിജയം വെച്ചിട്ടാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള തരത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും അത് LDF-ന്റെ വിജയത്തിന്റെ അന്തകനായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഒരു LDF ചായ്വുള്ളൊരു മണ്ഡലമാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ നയങ്ങൾ പലതും അവിടെ ജനങ്ങളുടെ ഇടയിൽ ഭംഗിയായി ക്യാമ്പയിൻ ചെയ്യുന്നതിനും ജനങ്ങളുടെ ഇടയിൽ അതുവഴി ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളവും അവർ മണ്ഡലത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്, മണ്ഡലത്തിന് വേണ്ടി നിൽക്കുന്ന കറകളഞ്ഞ സമുന്നതരായ രാഷ്ട്രീയ നേതൃത്വമാണ്, എല്ലാവരുടെ ഇടയിലും മതിപ്പുള്ള രാഷ്ട്രീയ നേതൃത്വമാണ്. ആ മതിപ്പുള്ള രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ചേലക്കരയുടെ മനസ്സ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം രമ്യ ഹരിദാസ് ഏറെ വെറുക്കപ്പെട്ട ആൾ എന്നുള്ളതല്ല. പക്ഷെ രമ്യ ഹരിദാസിനേക്കാൾ സ്വീകാര്യത പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിനായി എന്നുള്ളതാണ്.
അപ്പം മറ്റ് പ്രദേശങ്ങളിലുള്ള ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഒന്നും ബാധിക്കാതെ തന്നെ തികഞ്ഞ കെട്ടുറച്ച പ്രവർത്തനത്തോടുകൂടി ഒറ്റ കെട്ടോടുകൂടി LDF അവിടെ പ്രചരണം നടത്തി വിജയത്തിലെത്തി എന്നുള്ളതാണ്. UR പ്രദീപിന്റെ ഈ മികച്ച വിജയം ഒരുപക്ഷെ LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ സാധിക്കുന്ന തരത്തിലാണെങ്കിലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UR പ്രദീപിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചേലക്കരയിലെ വിജയത്തിന്റെ ഘടകത്തിന് പിന്നിൽ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും അത് UR പ്രദീപ് എന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. സ്ഥാനാർത്ഥി മികവിൽ UR പ്രദീപ് മറ്റു രണ്ടു പേരെക്കാളും വളരെ മുന്നിലായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, LDFന് അവിടെയുള്ള ഉറച്ച സ്വീകാര്യത, മറ്റൊന്ന് സ്ഥാനാർത്ഥിത്വത്തിലും പ്രദീപിന്റെ സ്വീകാര്യത. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഇടയ്ക്ക് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ UR പ്രദീപിന് വോട്ട് നൽകണം എന്നുള്ളതാണ്. അപ്പൊ ചേലക്കരയിൽ രാധാകൃഷ്ണനുള്ള ഒരു സ്വാധീനം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഏതർത്ഥത്തിൽ എടുത്തു നോക്കിയാലും ചേലക്കരയുടെ മനസ്സ് അവിടെ LDFന് വോട്ടുറപ്പിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഭംഗിയായി ഉപയോഗിക്കുവാൻ LDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. BJP ക്യാമ്പ് മുഴുവൻ അവരുടെ ശ്രദ്ധ മുഴുവൻ പാലക്കാട് തന്നെയായിരുന്നു. എങ്ങനെയും പാലക്കാട് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ചേലക്കരയിൽ വിജയിക്കാനായത് സ്വാഭാവികമായും നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ചേലക്കരയിൽ വിജയിച്ചത് ഭരണവിരുദ്ധ വികാര ഇല്ല എന്നുള്ളതിന്റെ സൂചനയായി LDF എടുത്താൽ അത് LDFന്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിൽ അന്തകനായി മാറുമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഭൂമികയാണ്, തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള വേർതിരിവുകളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വർഗവൽക്കരിക്കപ്പെട്ടത് തന്നെയാണ്. ശ്രേണികളായി അല്ലെങ്കിൽ ഏറ്റവും ഉറച്ച അണികളായി, രാഷ്ട്രീയ അണികളായി ജനങ്ങൾ അവിടെ മാറി എന്നതിന്റെ സൂചന തന്നെയാണ് ചേലക്കര മണ്ഡലം നമുക്ക് പഠനത്തിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കുറച്ച് ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്ന മണ്ഡലമായി പല പഠനങ്ങളിലും ചേലക്കര വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ചേലക്കര ഇത്തവണ LDFനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് റിസൾട്ട് എത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഭരണവിരുദ്ധ വികാരം ഇല്ലായ്മയുടെ സൂചനയല്ല, മറിച്ച് ഭംഗിയായി മണ്ഡലം ശ്രദ്ധിച്ചതിന്റെയും കറപുരളാത്ത രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷത്തെ അവിടെ നയിച്ചതും ഒക്കെ തന്നെയാണ് അവിടെ LDFന് അനുകൂലമായി മാറിയ ഘടകങ്ങൾ എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല.